BJP അവിടെ ജയിക്കും എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എടുത്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേകമായ കാരണം നമ്മളവിടെ അഞ്ഞ് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റില്ല. ഒന്നാമത് ആൻറ്റി ഇൻകംബൻസി ഷുവറാണ്. ഇത്രയും 10-15 വർഷം അടുപ്പിച്ച് ഭരിച്ച ഒരു ഭരണകൂടത്തോട് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. രണ്ടാമത്തേതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു തകർന്ന് തരിപ്പണമായ ചെളി പോലത്തെ റോഡിന് നടുക്ക് കിടക്കുകയാണ് BJP നേതാവിൻ്റെ മുമ്പിൽ അവിടുത്തെ ഒരു മനുഷ്യൻ. അത് നിങ്ങൾ കണ്ടുപോകാൻ. അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ താറുമാറായ ഒരു സ്ഥലം, ആരോഗ്യ മേഖല സമ്പൂർണ്ണമായും തകർന്ന ഒരു സ്ഥലം, വിദ്യാഭ്യാസ മേഖല ക്വാളിറ്റേറ്റീവ് അല്ലാത്ത സ്ഥലം, ജാതീയമായ സംഘർഷങ്ങളുള്ള സ്ഥലം, ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ്, ദേശീയ ശരാശരിയേക്കാൾ ക്രൈം റേറ്റ് കൂടിയ ഒരു സ്ഥലം, സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയില്ലാത്ത സ്ഥലം. അവിടെ എങ്ങനെയാണ് BJP വീണ്ടും തുടരുമെന്ന് അവർ പറയുന്നത്? അപ്പോൾ നമ്മൾ വെറുതെ ഹരിയാനയിലേക്കൊന്ന് പോയി നോക്കുക. ഹരിയാനയിൽ BJP തുടരുമോ ഇല്ലയോ? അപ്പോൾ നമ്മളോട് ചില ഫാക്ടേഴ്സ് കണ്ടു. കർഷക സമരത്തിൻ്റെ വിളനിലമായ സ്ഥലം BJP തുടരുമോ? തുടരില്ല. അവിടെ ഗുസ്തിക്കാരായിട്ടുള്ള സ്ത്രീകൾ സമരം ചെയ്തു ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ. അതിൻ്റെ വലിയ ഇമ്പാക്റ്റ് ഏരിയ ഉള്ള സ്ഥലം BJP തുടരുമോ? ഇല്ല. നമ്മൾ കാരണം എടുത്ത് പരിശോധിക്കുമ്പോൾ പക്ഷേ BJP തുടർന്നു. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി BJP എന്തുകൊണ്ട് അവിടെ തുടർന്നു എന്നുള്ളത്. അപ്പോൾ കാരണങ്ങളും ഫലവും തമ്മിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ BJP തുടരാനുള്ള ഒരു കാരണവുമില്ല, പക്ഷേ BJP തുടരുമെന്നാണ് വിചാരിക്കേണ്ടത്. വേണമെങ്കിൽ തുടർന്നേക്കാം. ഹരിയാനയിൽ BJP തുടരാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നില്ല, പക്ഷേ BJP തുടർന്നല്ലോ. അതാണ് നമ്മൾ കണ്ടത്. പിന്നെ ഹരിയാനയിൽ എന്താണ് സംഭവിച്ചതെന്ന് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ വീണ്ടും BJP അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളൊക്കെ എതിരായിട്ടും BJP ജയിച്ചല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ആലോചിച്ചതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷവുമെല്ലാം മോദി കാര്യമായിട്ട് ഇറങ്ങി വർഗീയത പ്രസംഗിച്ചിരുന്നു. ഇവിടെയും മോദി വർഗീയത പ്രസംഗിക്കുന്നുണ്ട്, നുഴഞ്ഞുകയറ്റക്കാർ കൊണ്ടുപോകാൻ പോകണമല്ല എന്നുള്ളത്. അപ്പം മോദി വർഗീയത പ്രസംഗിച്ചാൽ ജയിക്കും, അപ്പം ജീവിത പ്രശ്നങ്ങൾ വലിയ കാര്യമല്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. കർണാടകയിൽ കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കാവുന്ന ഒരു സംസ്ഥാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ കരുതിയത്. കാരണം അവർക്കവിടെ ഭരണമൊക്കെ ഉണ്ട്. പക്ഷേ കൊലയോടെ പോയല്ലോ, വൻ തിരിച്ചടി ഉണ്ടായി. അപ്പോഴും നമ്മൾ വിചാരിച്ചു മോദി വന്നിട്ട് ഹേറ്റ് പ്രസംഗിച്ചതിൻ്റെ ഗുണമാണ് എന്ന്. പക്ഷെ ആണോ? കർണാടകയിൽ രാഹുൽ ഗാന്ധിയുടെ ടീം നടത്തിയ പരിശോധനയിൽ ഹേറ്റ് പ്രസംഗിച്ചതല്ല, സാധനം മറിച്ചതാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ BJPക്ക് എതിരായിട്ടുള്ള വോട്ട് വരേണ്ട എല്ലാ സാഹചര്യവും ബീഹാറിലുണ്ട്. ഞാൻ പറഞ്ഞ ആ പോയിൻ്റ് അതാണ്. BJPക്ക് എതിരായിട്ട് വോട്ട് വരേണ്ട എല്ലാ സാഹചര്യമുണ്ട്. ആൻറ്റി ഇൻകംബൻസി നിതീഷ് കുമാർ വലിയ നേതാവാണ്, പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പഴയ പോലുള്ള പ്രഭയില്ല. JDU അവിടുത്തെ ഏറ്റവും പോപ്പുലർ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇപ്പോൾ വലിയ ഗ്രിപ്പില്ല. എന്ന് വെച്ചാൽ തുല്യത്തിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. BJP പല സീറ്റുകൾ അവരെ പിടിച്ചെടുത്തു, അതിൻ്റെ അതിർത്തി അവർക്കുണ്ട്, ആ പാർട്ടിക്ക് അതുപോലുണ്ട്. പക്ഷേ നിലനിൽപ്പിൻ്റെ അവസാനത്തെ പ്രശ്നമായതുകൊണ്ട് അടി പബ്ലിക്കായിട്ട് പുറത്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ JDUവിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ട, നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിൻ്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ട, തൊഴിൽ പ്രശ്നങ്ങളുള്ള, വിദ്യാഭ്യാസ പ്രശ്നങ്ങളുള്ള, ആരോഗ്യ പ്രശ്നങ്ങളുള്ള, ക്രൈം റേറ്റ് കൂടിയ, ജാതി കലാപങ്ങളുള്ള ഒരു നാട്ടിൽ വീണ്ടും നിതീഷ് കുമാർ തന്നെ അധികാരത്തിൽ വരും എന്നെങ്ങനെ പറയും?